നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനൊരു ചെറിയൊരു കഥ പറയട്ടെ. ഒരു ചെറിയൊരു ഗ്രാമത്തിൽ രണ്ട് മനുഷ്യർ ജീവിച്ചിരുന്നു. ഒരാൾ ദിനം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കും, പണം കിട്ടാൻ, ആളുകളുടെ അംഗീകാരം നേടാൻ, എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ. പക്ഷേ എത്ര ഓടിയാലും അയാളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായിരുന്നില്ല. അതേസമയം മറ്റൊരാൾ, അവൻ അധികം സംസാരിക്കാറില്ല, സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനാണ് സമയം ചെലവഴിച്ചത്. അവൻ സ്വയം വളർന്നു, മനസ്സ് ശാന്തമാക്കി, സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞു. കാലം കടന്നു. ആദ്യത്തെ മനുഷ്യൻ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ രണ്ടാമനായ മനുഷ്യൻ അടുത്തേക്ക് അവസരങ്ങൾ തേടി വരുന്നു. ആളുകളുടെ ബഹുമാനം സ്വയം എത്തിത്തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ജീവിതത്തിൻ്റെ വലിയ രഹസ്യം അവൻ മനസ്സിലാക്കിയിരുന്നു. ജീവിതത്തിൽ എല്ലാം പിന്തുടരേണ്ടതല്ല, ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടണം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെ പറ്റിയാണ്. ഓട്ടം നിർത്തൂ, ആകർഷിച്ചു തുടങ്ങാം. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ശക്തമായ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു? നമ്മുടെ ജീവിതം ചെറുപ്പം മുതലേ ഒരു റേസായി മാറിയിരുന്നു. കൂടുതൽ മാർക്ക് നേടണം, കൂടുതൽ പണം സമ്പാദിക്കണം, മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കണം, ആളുകൾ നമ്മളെ അംഗീകരിക്കണം. ഇതെല്ലാം നേടാൻ നമ്മൾ ജീവിതകാലം മുഴുവൻ ഓടുന്നു. പക്ഷേ ഒരു ചോദ്യം, ഈ ഓട്ടം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ടോ? പലപ്പോഴും ഇല്ല. കാരണം നമ്മൾ പുറമുള്ള ലോകത്തെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിതം ഒരു മത്സരമായി മാറുന്നു. ഒരു ലക്ഷ്യം നേടിയാൽ സന്തോഷം ലഭിക്കും എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ആ ലക്ഷ്യം നേടിയ ഉടൻ മറ്റൊരു ഓട്ടം തുടങ്ങുന്നു. കാരണം പ്രശ്നം പുറത്തല്ല, അത് നമ്മുടെ മനസ്സിനുള്ളിലാണ്. പലപ്പോഴും നമ്മൾ ഓടുന്നത് വിജയത്തിനായല്ല, അംഗീകരിക്കാനായിരിക്കും. ആളുകൾ നമ്മളെ വിലമതിക്കണം, നമ്മളെ അംഗീകരിക്കണം, നമ്മൾ പ്രധാനപ്പെട്ടവരാണ് എന്ന് ആരെങ്കിലും പറയണം. ഈ കുറവ് മനസ്സിലുള്ളപ്പോൾ മനുഷ്യൻ ഒരിക്കലും ശാന്തനാവില്ല. സോഷ്യൽ മീഡിയയും ഈ ഓട്ടം കൂടുതൽ അപകടകരമായി. മറ്റുള്ളവരുടെ ജീവിതം കണ്ടുകൊണ്ട് ഞാൻ പിന്നിലായി എന്ന ഭയം, എന്ന പേടി നമ്മളിൽ വളരുന്നു. അവർക്കുള്ളത് എനിക്കില്ല, അവർ കൂടുതൽ സന്തോഷവരാണ്, അവർ കൂടുതൽ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ സ്വയം ജീവിതം മറന്ന് മറ്റുള്ളവരുടെ ജീവിതത്തെ പിന്തുടരാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു സത്യം അറിയാമോ? നിങ്ങൾ ജീവിതം മുഴുവൻ പുറത്തുള്ള ലോകത്തെ പിന്തുടരുമ്പോൾ ഉള്ളിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പലർക്കും പണമുണ്ടെങ്കിലും സമാധാനമില്ലാത്തത്, ആളുകൾ ചുറ്റുമുണ്ടെങ്കിലും സന്തോഷമില്ലാത്തത്. കാരണം അവർ ഒരിക്കലും നിർത്തി സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരും സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം കൂടുതൽ ഓടുന്നതിലല്ല വരുന്നത്. ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക, ഞാൻ ശരിക്കും എന്തിനാണ് ഓടുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങുന്നത്. ഈ ചോദ്യം നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. അങ്ങനെ ഓടുന്നത് നിർത്തി നമ്മൾ ശാന്തമായി ചിന്തിച്ച് സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ്. ഇനി നമ്മൾ അറിയേണ്ട രണ്ടാമത്തെ രഹസ്യം എന്താണെന്ന് പറയട്ടെ. അതാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ എല്ലാം ബലമായി പിടിച്ചു പറ്റാൻ ശ്രമിച്ചാൽ അത് പലപ്പോഴും നമ്മളിൽ നിന്ന് അകന്നു പോകും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ശക്തി വളർത്തുമ്പോൾ അതേ കാരണങ്ങൾ നമ്മളിലേക്ക് സ്വയം എത്തിത്തുടങ്ങും. ഇതാണ് ആകർഷണത്തിൻ്റെ നിയമം. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പലർക്കും ഇതറിയില്ല. അവർ കരുതുന്നത് കൂടുതൽ ഓടിയാൽ കൂടുതൽ ലഭിക്കും എന്നാണ്. അതുകൊണ്ടാണ് അവർ സ്നേഹത്തിനായി യാചിക്കുന്നത്, അംഗീകരിക്കാനായി ശ്രമിക്കുന്നത്,
ആളുകളെ ഇംപ്രസ് ചെയ്യാൻ ജീവിതം കളയുന്നത്. പക്ഷേ യഥാർത്ഥ ശക്തി പിന്തുടരുന്നതിലല്ല, ആകർഷിക്കുന്നതിലാണ്. ഒരു ഉദാഹരണം പറയാം. സൂര്യൻ ഒരിക്കലും ഭൂമിയോട് പറയില്ല എന്നെ ചുറ്റിത്തിരിയൂ എന്ന്. പക്ഷേ അതിൻ്റെ ശക്തി കാരണം ഗ്രഹങ്ങൾ സ്വാഭാവികമായി അതിനെ ചുറ്റി സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതം. നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ വ്യക്തിത്വം, ഇവയൊക്കെയാണ് നിങ്ങളുടെ ആകർഷണ ശക്തി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഉള്ളിൽ തകർന്നിരിക്കുമ്പോൾ ജീവിതവും തകർന്ന രീതിയിൽ അനുഭവപ്പെടും. നിങ്ങൾ പേടിയോടെ ജീവിക്കുമ്പോൾ കൂടുതൽ പേടി നിങ്ങളിലേക്ക് എത്തുന്നു. കാരണം പ്രപഞ്ചം പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾ കേൾക്കില്ല, അത് നിങ്ങളുടെ ഊർജത്തോട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ചിലർ വളരെ സാധാരണക്കാരനായിട്ടും എല്ലാവരെയും ആകർഷിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഒരു സമാധാനമുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട്, ഒരു യഥാർത്ഥ ശക്തിയുണ്ട്. അവർ ആരെയും പിന്തുടരുന്നില്ല, പക്ഷേ ആളുകൾ അവരെ ശ്രദ്ധിക്കുന്നു. ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ്. നിങ്ങൾ സ്വയം വിലപ്പെട്ടവനായി മാറുമ്പോൾ ലോകം നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങുന്നു. ആദ്യം അതിന് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ബഹുമാനിക്കുക. ആ ബഹുമാനം നിങ്ങൾ സ്വയം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും, എന്തിന് പ്രകൃതിയും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകും. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം സൃഷ്ടിക്കുമ്പോൾ പുറത്തുള്ള ലോകവും നിങ്ങൾക്ക് മനോഹരമായി പെരുമാറും. അതുകൊണ്ടാണ് ആദ്യം മാറ്റം ഉള്ളിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. കാരണം ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ എന്ത് കാണിക്കുന്നുവോ അത് തന്നെയാണ് തിരിച്ചു കാണിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ. മുറിവിൻ്റെ മനസ്സ്. മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് ഏറ്റവും വലിയ ശത്രു പലപ്പോഴും പുറത്തല്ല, അതവൻ്റെ മനസ്സിനുള്ളിലാണ്. അതിൻ്റെ പേര് കുറവിൻ്റെ മനസ്സ്. എന്താണ് കുറവിൻ്റെ മനസ്സ്? എപ്പോഴും നമ്മൾ പോരാ എന്ന് തോന്നുന്ന അവസ്ഥ. എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് പണമില്ല, എനിക്ക് കഴിവില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ വിജയിക്കുന്നില്ല. ഇങ്ങനെ നിരന്തരം ചിന്തിക്കുമ്പോൾ ഒരാൾ അറിയാതെ തന്നെ സ്വന്തം ജീവിതത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുകയാണ്. കാരണം മനസ്സ് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ജീവിതം യഥാർത്ഥമാക്കാൻ തുടങ്ങും. ഒരു മനുഷ്യൻ സ്വയം വില കുറച്ച് കാണുമ്പോൾ ലോകവും അവനെ അതുപോലെ തന്നെ കാണും. പലർക്കും കഴിവില്ലാത്തത് കൊണ്ടല്ല അവർ പിന്നിലാകുന്നത്, സ്വയം മൂല്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. കുറവിൻ്റെ മനസ്സ് മനുഷ്യനെ എല്ലായ്പ്പോഴും താരതമ്യത്തിലേക്ക് തള്ളിവിടും. അവനുണ്ട്, എനിക്കില്ല. അവൾ എന്നേക്കാൾ നല്ലവളാണ്, എന്നേക്കാൾ നല്ല സൗന്ദര്യമുണ്ട്, ഞാൻ പിന്നിലായി, അവൾ മുന്നിലായി. അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം നോക്കി 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 സ്വന്തം ജീവിതം വെറുക്കാൻ തുടങ്ങുന്നു. സോഷ്യൽ മീഡിയ ഈ ചിന്തയെ കൂടുതൽ ശക്തമാക്കി. മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ കഥ ചെറിയ ഭാഗം മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും താരതമ്യം ചെയ്യുന്നു. പക്ഷേ ഒരു സത്യം മനസ്സിലാക്കണം. ഓരോ മനുഷ്യൻ്റെയും യാത്ര വ്യത്യാസമാണ്. ഒരു വിത്തിടുന്ന് നടാൻ അത് നാളെ വൃക്ഷമാവില്ല. അതിന് സമയം വേണം, പരിപാലനം വേണം, വിശ്വാസം വേണം. അതുപോലെ തന്നെയാണ് ജീവിതവും. നിങ്ങൾ നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഊർജം ദുർബലമാകും. പക്ഷേ നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പുതിയ ആത്മവിശ്വാസം ജനിക്കുന്നു. അതുകൊണ്ടാണ് ജീവിതം മാറാൻ ആദ്യം വേണ്ടത് പുറത്തുള്ള മറ്റാരും തന്നെയല്ല, ഉള്ളിലെ ചിന്തകളുടെ മാറ്റമാണ്. ഒരു ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സ്വയം പറയൂ, ഞാൻ പോരാളിയാണ്, എനിക്ക് മൂല്യമുണ്ട്, എനിക്കും സമയമുണ്ട്, എൻ്റെ സമയവും വരും. ആ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഊർജം മാറാൻ തുടങ്ങും. ഇനി അടുത്തൊരു പോയിൻ്റ് കൂടെ പറയട്ടെ സുഹൃത്തുക്കളെ. പൂവിൻ്റെ രഹസ്യം. പ്രകൃതിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നാണ് ഒരു ചെറിയ പൂവിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഒരു പൂവ് ഒരിക്കലും ആരെയും പിന്തുടരുന്നില്ല. അത് തേനീച്ചകളും പിന്നാലെ ഓടുന്നില്ല. ആളുകളോട് എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നില്ല. അത് വെറും വിരിയുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സൗന്ദര്യവും സുഗന്ധവും കാരണം തേനീച്ചകൾ സ്വയം അതിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഇതാണ് പ്രകൃതിയുടെ നിയമം. പക്ഷേ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അവർ സ്നേഹത്തിന് പിന്തുടരുന്നു, അംഗീകാരത്തിന് പിന്തുടരുന്നു, ആളുകളുടെ ശ്രദ്ധയ്ക്കായി ജീവിതം മുഴുവൻ ഓടുന്നു.
അതുകൊണ്ട് അവർ കൂടുതൽ ക്ഷീണിക്കുന്നു. കാരണം യഥാർത്ഥ ആകർഷണം പിന്തുടരുന്നതിലല്ല സുഹൃത്തുക്കളെ, സ്വയം വളരുക, സ്വയം വളർന്നു വരിക എന്നതിൽ നിന്നാണ്. ഒരു മനുഷ്യൻ തൻ്റെ മനസ്സ് വളർത്തുമ്പോൾ, അറിവ് വർദ്ധിപ്പിക്കുമ്പോൾ, ആത്മവിശ്വാസം വളർത്തുമ്പോൾ അവൻ്റെ ഉള്ളിലെ ഒരു പ്രകാശമുണ്ടാകുന്നു. ആ പ്രകാശമാണ് ആളുകളെ ആകർഷിപ്പിക്കുന്നത്. ചില ആളുകളെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭവം തോന്നാറില്ലേ? അവർ അധികം സംസാരിക്കില്ല, ആരെയും ഇംപ്രസ് ചെയ്യാൻ അവർ ശ്രമിക്കില്ല, പക്ഷേ അവരിൽ എന്തോ ഒരു ഉണ്ട് എന്ന് നമുക്ക് തോന്നും. അവർക്ക് എന്തോ ഒരു ബഹുമാനം ലഭിക്കും. എന്തുകൊണ്ടാണ്? കാരണം അവർ ആരെയുടെയും സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞവരിലാണ്. അവർ പൂവിനെ പോലെ വിരിയുകയാണ്. പലരും കരുതുന്നത് സൗന്ദര്യമാണ് ആകർഷണം എന്ന്. പക്ഷേ യഥാർത്ഥ ആകർഷണം മനസ്സിലാണ്. ശാന്തമായ മനസ്സ്, ആത്മവിശ്വാസമുള്ള കണ്ണുകൾ, സ്വന്തം ജീവിതത്തിൽ സന്തോഷമുള്ള ഒരാൾ, ഇവയൊക്കെയാണ് മനുഷ്യൻ്റെ കാന്തം പോലെ മാറ്റുന്നത്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ നിരന്തരം ആളുകളെ പിന്തുടരുമ്പോൾ നിങ്ങളുടെ മൂല്യം കുറയും. പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ്: തേനീച്ചകളെ പോലെ പിന്തുടരല്ലേ, പൂവിനെ പോലെ വിരിയുക മാത്രം മതി. അടുത്ത് ഒരു പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ. പലരുടെ ജീവിതം മുഴുവൻ ആളുകളെ ഇംപ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണെന്നറിയാമോ? സ്വയം ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ. പുസ്തകങ്ങൾ വായിക്കുക, ശരീരം ആരോഗ്യത്തോടെ വയ്ക്കുക, മനസ്സ് ശാന്തമാക്കുക, കഴിവുകൾ വികസിപ്പിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, വ്യായാമം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഊർജത്തെ മാറും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പിന്തുടരില്ല, അവർ നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. നിശബ്ദതയുടെ ശക്തി. അതെ, അടുത്ത വലിയ പോയിന്റാണ് ഞാൻ പറയുന്നത്, നിശബ്ദതയുടെ ശക്തി. ഇന്നത്തെ ലോകത്ത് എല്ലാവരും സംസാരിക്കാനാണ് ഇഷ്ടം. പക്ഷേ വളരെ കുറച്ച് ആളുകൾ നിശബ്ദതയോട് മുന്നോട്ട് പോകുന്നു. അതാണ് നിശബ്ദതയുടെ ശക്തി മനസ്സിലാക്കിയത്. ചിലർ അവരുടെ എല്ലാ പദ്ധതികളും എല്ലാവരോടും പറഞ്ഞു തുടങ്ങും. ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു, ഞാൻ ഒരു ദിവസം വലിയ ആളാകും, ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. പക്ഷേ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം യഥാർത്ഥ ശക്തി ശബ്ദത്തിലല്ല, പ്രവൃത്തിയിലാണ്. ഒരു വിത്ത് മണ്ണിനടിയിൽ നിശബ്ദമാണ് വളരുന്നത്. ഒരു വൃക്ഷം വലുതാകുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നില്ലേ? പക്ഷേ ഒരു ചെറിയ ഉണങ്ങിയ ഇല പോലും കാറ്റിന് വലിയ ശബ്ദമുണ്ടാക്കും. ജീവിതവും അതുപോലെയാണ്. ഉള്ളിൽ ശൂന്യതയുള്ളവർ പലപ്പോഴും കൂടുതൽ ശബ്ദമുണ്ടാക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ശക്തരായുള്ളവർ അവരുടെ ഊർജം വെറുതെ കളയില്ല. അവർ നിശബ്ദമായി പ്രവർത്തിക്കും, നിശബ്ദമായി വളരും. ഒരു ദിവസം അവരുടെ വിജയം തന്നെയാണ് സംസാരിക്കുക. നിശബ്ദത മനുഷ്യനെ ഒരു പ്രകൃതി ശക്തി നൽകുന്നു. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ശാന്തമായി ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കേൾക്കാൻ തുടങ്ങും. ലോകത്തിൻ്റെ ശബ്ദത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. പക്ഷേ നിശബ്ദതയിൽ നമ്മൾ നമ്മളെ കണ്ടെത്താൻ തുടങ്ങും. അതാണ് ആത്മവിശ്വാസം ജനിക്കുന്ന സ്ഥലം. അതാണ് വ്യക്തിത്വം വളരുന്ന സ്ഥലം. മറ്റൊരു സത്യം അറിയാമോ? നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവരോടും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം ചിതറിപ്പോകും. പക്ഷേ ചില കാരണങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ നിശബ്ദമായി പ്രവർത്തിക്കുമ്പോൾ ആ ഊർജം നിങ്ങളുടെ വളർച്ചയിലേക്ക് മാറും. അതുകൊണ്ടാണ് ശാന്തമായി ആളുകൾ അവരുടെ എല്ലാ പോരാട്ടങ്ങളും ലോകത്തോട് പറയാത്തത്. അവർ കരയുമ്പോൾ നിശബ്ദമായി കരയും, വളരുമ്പോഴും നിശബ്ദമായി വളരും. വിജയിക്കുമ്പോൾ മാത്രം ലോകം അത് കാണും. ഒരു സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ അത് ഓരോ നിമിഷവും ഗർജിക്കാറില്ല. അതിൻ്റെ നിശബ്ദത തന്നെയാണ് അതിൻ്റെ ശക്തി. അതുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിശബ്ദമായി സ്വയം മെച്ചപ്പെടുക, അത് മാത്രം മതി. ഒരു ദിവസം നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾ ആരാണ് എന്ന് ലോകത്തോട് പറയും. അതുവരെ കാത്തിരിക്കുക. അവസാനമായി ഒരു പോയിന്റ് കൂടി ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, നെഗറ്റീവ് ഊർജം. അതെ,
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളുടെ ജീവിതത്തിൽ പ്രശ്നം ഒരിക്കലും അവസാനിക്കാത്തതുപോലെ തോന്നും. അവർ എപ്പോഴും പരാതിപ്പെടും, എൻ്റെ ജീവിതം മോശമാണ്, എനിക്ക് ഭാഗ്യമില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്കൊരു ശരിയാവില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നങ്ങനെ പല 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 രീതിയിൽ അവർക്ക് പലപ്പോഴും പരാതികളായിരിക്കും. ഇങ്ങനെ നിരന്തരം നെഗറ്റീവ് ചിന്തകളിൽ ജീവിക്കുന്ന ഒരാളുടെ മനസ്സ് അറിയാതെ തന്നെ ഇരുണ്ട ഊർജം സൃഷ്ടിക്കാൻ തുടങ്ങും. കാരണം മനുഷ്യൻ്റെ മനസ്സ് താൻ സ്ഥിരമായി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ശക്തമാകുന്നത്. നിങ്ങൾ ദിവസവും ദുഃഖത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സ് കൂടുതൽ ദുഃഖകരമായ കാരണങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പേടിയിൽ ജീവിച്ചാൽ ലോകം മുഴുവൻ പേടിയോടെ ജീവിക്കേണ്ടി വരും. ഇതാണ് നെഗറ്റീവ് ഊർജത്തിൻ്റെ അപകടം. ആദ്യം നിങ്ങളുടെ മനസ്സിനെ തകർക്കും, ശേഷം ആത്മവിശ്വാസത്തെ നശിപ്പിക്കും, അവസാനം ജീവിതത്തിലെ അവസരങ്ങളെ അകറ്റും. ഒരു കാര്യം ഓർക്കുക, പരാതിപ്പെടുന്ന മനുഷ്യർ പ്രശ്നങ്ങൾ മാത്രമേ കാണൂ. പക്ഷേ നന്ദിയോടെ ജീവിക്കുന്ന മനുഷ്യർ അവസരങ്ങളും കാണാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ചിലർ വലിയ പ്രശ്നങ്ങൾക്കിടയിലും സന്തോഷത്തോടെ ജീവിക്കുന്നത്. അവർക്ക് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, അവർ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചത് കൊണ്ടാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കൂ. മഴ പെയ്യുമ്പോൾ ഒരാൾ പറയുന്നു, ഓഹ് എൻ്റെ ദിവസം നശിച്ചു. പക്ഷേ മറ്റൊരാൾ പറയും, എത്ര മനോഹരമായ കാലാവസ്ഥ. മഴ ഒരേ മഴയാണ്, പക്ഷേ മനസ്സ് വ്യത്യസ്തമാണ്. ജീവിതവും അതുപോലെയാണ്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമെന്ന് പറയുന്നതും നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അത് വളരാൻ തുടങ്ങും. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങൾ മാത്രം വളരും. നിങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധിച്ചാൽ ജീവിതം മാറാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു ചെറിയ ശീലം ആരംഭിക്കൂ. രാവിലെ എഴുന്നേറ്റ ഉടൻ ജീവിതത്തിൽ ഉള്ള 3 നല്ല കാര്യങ്ങൾ ഓർക്കൂ. നന്ദി പറയൂ. നിങ്ങളുടെ ശ്വാസത്തിന്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങൾ ഇന്ന് ജീവനോട് ഇരിക്കുന്നതിന്, എല്ലാത്തിനും പ്രകൃതിയോട് മനസ്സറിഞ്ഞ് നന്ദി പറയൂ. നെഗറ്റീവ് ഊർജത്തെ പതിയെ മറികടക്കാൻ തുടങ്ങുക. ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും, സന്തോഷം പുറത്തുനിന്ന് വരുന്നതല്ല, അത് ഉള്ളിൽ സൃഷ്ടിക്കപ്പെടേണ്ട ഒരു ഊർജമാണെന്ന്. എൻ്റെ ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത്ര മാത്രമാണ് സുഹൃത്തുക്കളെ. അവസാനം ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സത്യം ഇതാണ്: നിങ്ങൾ ജീവിതം മുഴുവൻ ഓടിക്കൊണ്ടിരുന്നാൽ ക്ഷീണം മാത്രമേ ലഭിക്കൂ. പക്ഷേ ഒരു നിമിഷം നിർത്തി സ്വയം മാറാൻ തുടങ്ങുമ്പോൾ ജീവിതം തന്നെ മാറാൻ തുടങ്ങും. സ്നേഹം വേണമെങ്കിൽ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക. ബഹുമാനം വേണമെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ ബഹുമാനിക്കുക. സന്തോഷം വേണമെങ്കിൽ അത് പുറത്തു നിന്നല്ല എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ മനസ്സിന് ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. ഓർക്കുക, ഒരു പൂവ് ആരെയും പിന്തുടരുന്നില്ല, അത് വിരിയുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ലോകം അതിൻ്റെ സൗന്ദര്യത്തെ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെയാണ് ജീവിതവും. നിങ്ങളുടെ മനസ്സിനെ വളർത്തുമ്പോൾ, ആത്മവിശ്വാസം ഉണർത്തുമ്പോൾ, നിശബ്ദമായി സ്വയം മെച്ചപ്പെടുത്തുമ്പോൾ, ഒരു ദിവസം നിങ്ങൾ പിന്തുടർന്ന് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ എത്തിത്തുടങ്ങും. അതിനാൽ ഇന്നു മുതൽ പേടിയോടെ ജീവിക്കാതെ ഭയത്തേക്കാൾ വിശ്വാസത്തിൽ ജീവിക്കുക. പരാതികളൊന്നും വേണ്ട, നന്ദിയോടെ ജീവിക്കുക. ഓട്ടം നിർത്തുക, വളർച്ചയിൽ ശ്രദ്ധിക്കുക. കാരണം ജീവിതത്തിൻ്റെ യഥാർത്ഥ രഹസ്യം ഇതാണ്: ഓടുന്നത് നിർത്തൂ, ആകർഷിക്കാൻ തുടങ്ങൂ. നന്ദി, നമസ്കാരം.